ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള എൻഡിംഗ് ആയിരുന്നു ഇന്ത്യൻ മാർക്കറ്റിൽ കാണാനുണ്ടായിരുന്നത്. നിഫ്റ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ 8 പോയിൻറ്റ്സിൻ്റെ ഡൗണോട് കൂടി 17,353-ലും, സെൻസെക്സിൽ 29 പോയിൻറ്റ്സിൻ്റെ ഡിക്ലൈനോട് കൂടി 58,250-ലും, ബാങ്ക് നിഫ്റ്റിയിൽ 299 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടി 36,768-ലുമായിരുന്നു ക്ലോസ് ആയിട്ടുണ്ടായിരുന്നത്. സെക്ടർ വൈസ് മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സെക്ടർ തന്നെയായിരുന്നു ഒരു ടോപ്പ് പെർഫോമറായിട്ട് നിന്നത്. അതുപോലെ തന്നെ IT, മീഡിയ, ഓട്ടോ സെക്ടറുകളിൽ നല്ലൊരു പ്രോഫിറ്റ് ബുക്കിങ്ങും ഇന്ന് കാണാനായിട്ടുണ്ടായിരുന്നു. ഇനി നിഫ്റ്റിയിലെ സ്റ്റോക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ 28 സ്റ്റോക്കുകൾ അഡ്വാൻസസിലും ബാക്കി 22 സ്റ്റോക്കുകൾ ഡിക്ലൈനിലുമായിരുന്നു. അതുപോലെ തന്നെ നിഫ്റ്റിയിലെ ടോപ്പ് 5 പെർഫോമിംഗ് സ്റ്റോക്സ് നോക്കിക്കഴിഞ്ഞാൽ കൊട്ടക് മഹീന്ദ്ര ബാങ്ക്, പവർ ഗ്രിഡ്, ഗ്രാസിം, ഭാരത് പെട്രോളിയം, കോൾ ഇന്ത്യ ഇവരായിരുന്നു ടോപ്പ് പെർഫോമേഴ്സായിട്ട് നിന്നത്. ബ്രോഡർ മാർക്കറ്റുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഗെയിൻ ആയിരുന്നു കാണാനുണ്ടായിരുന്നത്. മിഡ് ക്യാപ്പിൽ 0.43% ഗെയിനും സ്മോൾ ക്യാപ്പിൽ 0.7% ഗെയിനും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇനി നിഫ്റ്റിയുടെ ഒരു ഡെയിലി ചാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ നാളുകളിൽ നിഫ്റ്റിയുടെ ഒരു റാലിയുടെ ഒരു മൊമെൻറ്റം ഒക്കെ ഇപ്പോൾ കുറഞ്ഞതായിട്ട് കാണുന്നു. വീണ്ടും ഒരു കൺസോളിഡേഷൻ നടക്കുന്നത് പോലെയാണ് ഇപ്പോൾ നിഫ്റ്റിയിൽ കാണാനുള്ളത്. ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇൻട്രാഡേ ലോ 17,250 വരെയുള്ള ഒരു ഇൻട്രാഡേ ലോയൊക്കെ പോയതിന് ശേഷം വീണ്ടും ഒരു ഫ്ലാറ്റായിട്ട് ഒരു സെക്കൻഡ് ഹാഫിലൊരു റിക്കവറിയൊക്കെ കൊടുത്ത് ഒരു ഫ്ലാറ്റായിട്ടുള്ള എൻഡിംഗ് ആയിരുന്നു ഇന്നും കണ്ടത്. കഴിഞ്ഞ 3 ദിവസങ്ങളിലായിട്ട് ഒരു ഫ്ലാറ്റായിട്ടുള്ളൊരു ട്രേഡിങ്ങിലാണ്, ഒരു ഫ്ലാറ്റായിട്ടുള്ളൊരു ക്ലോസിംഗ് ആണ് ഇന്ത്യൻ മാർക്കറ്റുകളിൽ കാണാനുള്ളത്. ഒരു കൺസോളിഡേഷൻ റേഞ്ച് ഫോം ചെയ്യുന്നത് പോലെ കാണുന്നുണ്ട്. ഇന്ന് ഫോം ചെയ്തൊരു പാറ്റേൺ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഹാങ്ങിങ് മാൻ പോലത്തെ ഒരു പാറ്റേൺ ഫോർമേഷൻ, റിവേഴ്സലുള്ള ഒരു സാധ്യതകളാണ് പ്രിൻറ്റ് ചെയ്തിരിക്കുന്നത്. എന്നിരുന്നാലും നമുക്ക് ഇന്നത്തെ ഇൻട്രാഡേ ലോ അതായത് 17,250 വരും ദിവസങ്ങളിൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കറക്ഷനുള്ളൊരു സാധ്യതകൾ നമുക്ക് നിഫ്റ്റിയിൽ പ്രതീക്ഷിക്കാം. RSI ഇൻഡിക്കേറ്ററും ഓവർബോട്ട് റീജിയനിലാണ് നിലനിൽക്കുന്നത്. അതല്ല, ഈ ഒരു റേഞ്ചിൻ്റെ ഹൈ, അതായത് ഓൾ ടൈം ഹൈ 17,440 ബ്രേക്ക് ചെയ്ത് അപ്സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ നിഫ്റ്റിയിൽ വീണ്ടും ഒരു അപ്സൈഡിനുള്ളൊരു സാധ്യതകൾ നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ഒരു കൺസോളിഡേഷൻ മൂവുകളായതുകൊണ്ട് കുറച്ചൊന്ന് കോഷ്യസ് ആയിട്ട് നിഫ്റ്റിയിൽ മാർക്കറ്റിനെ സമീപിക്കുന്നത് നല്ലതായിരിക്കും. ഈ ഒരു സമയത്ത് നമുക്ക് അടുത്തൊരു മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡ് ഐഡൻറ്റിഫൈ ആകുന്നത് വരെ. ഇനി ബാങ്ക് നിഫ്റ്റിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നല്ലൊരു ബൈയിങ് പ്രഷറായിരുന്നു കാണാനുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ ഒരു റാലികൾ തുടരുകയാണ് എങ്കിൽ നമുക്ക് ഇനി 37,150 ആ ഒരു റേഞ്ചാണ് ഈ ഒരു റെസിസ്റ്റൻസ് സോണായിട്ട് ബാങ്ക് നിഫ്റ്റിക്ക് നിലനിൽക്കുന്നത്. അപ്പോൾ ആ ഒരു റേഞ്ച് വരെയുള്ള റാലികൾ നമുക്ക് വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. അതിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഒരു റാലിക്കുള്ള സാധ്യതകൾ ബാങ്ക് നിഫ്റ്റിയിൽ നിലനിൽക്കുന്നു. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 36,500 റേഞ്ചുകളാണ് അടുത്തൊരു സപ്പോർട്ട് സോൺസ് ആയിട്ട് ബാങ്ക് നിഫ്റ്റിക്ക് ഇപ്പോൾ നിലനിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ഈ ഒരു ലെവലുകൾ വാച്ച് ചെയ്യുക. ഇനി അടുത്തായിട്ട് ഇന്നത്തെ ഒരു ഗ്ലോബൽ മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ US ഫ്യൂച്ചേഴ്സൊക്കെ ഒരു നെഗറ്റീവ് സൈഡിലേക്കാണ് നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ യൂറോപ്യൻ മാർക്കറ്റുകളും നെഗറ്റീവായിട്ടാണ് കാണാനുള്ളത്. ഏഷ്യൻ മാർക്കറ്റുകളും ഒരു മിക്സഡ് ട്രെൻഡിൽ നിലനിൽക്കുന്നു. SGX നിഫ്റ്റി 20 പോയിൻറ്റ്സ് അപ്പിൽ നിലനിൽക്കുന്നുണ്ട്. ഗോൾഡിൻ്റെ പ്രൈസിലും ഒരു വർധനവ് കാണുന്നു. രൂപയുടെ മൂല്യത്തിലും ഡോളറിനെ അഗേൻസ്റ്റായിട്ട് 18 പൈസയുടെ ഇടിവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 73.60 ട്രേഡ് ഉണ്ടായിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റി ഇന്നത്തെ ഇനിയും അപ്ഡേറ്റ് ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റികളും നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക. അതൊഴിച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാ മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻസും അതുപോലെ തന്നെ ഗ്ലോബൽ മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻസും നോക്കിക്കഴിഞ്ഞാൽ ഒരു വീക്ക്നെസ്സിനുള്ള സാധ്യതകൾ, സൈഡ് വേ അല്ലെങ്കിൽ ഒരു വീക്ക്നെസ്സിനുള്ള സാധ്യതകളാണ് ഇപ്പോൾ പ്രിൻറ്റ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും രാവിലെ SGX നിഫ്റ്റി ഒന്ന് വാച്ച് ചെയ്യുക. അപ്പോൾ അതിനെ ബേസ് ചെയ്തുള്ളൊരു ഓപ്പണിംഗ് നമുക്ക് ഇന്ത്യൻ മാർക്കറ്റുകളിൽ പ്രതീക്ഷിക്കാം. ഇനി അടുത്തായിട്ട് സ്റ്റോക്കുകളെ സംബന്ധിച്ചിടത്തോളം നോക്കാനുള്ളത് ടൈറ്റാൻ, ഫിനോലെക്സ് കേബിൾ, ടൊറൻറ്റ് പവർ, ദീപക് ഫെർട്ടിലൈസേഴ്സ്. ഈ ഒരു 4 സ്റ്റോക്കുകൾ നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുക. ഒരു ബുള്ളിഷ് മൂവുകൾ, അതുപോലെ തന്നെ ഒരു ബുള്ളിഷ് റിവേഴ്സലൊക്കെ ഈ ഒരു സ്റ്റോക്കുകളിൽ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു 4 സ്റ്റോക്കുകൾ നിങ്ങളുടെ ഒന്ന് വാച്ച് ലിസ്റ്റിൽ വെക്കുന്നത് നല്ലതായിരിക്കും. ഇനി അതുപോലെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ സ്റ്റോക്കുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ വോൾട്ടാസിൻ്റെ സ്റ്റോക്കിൽ വീണ്ടും ഒരു ഗെയിനുകൾ കാണാനുണ്ടായിരുന്നു. എന്നിരുന്നാലും ഇന്ന് ആ ഒരു മൊമെൻറ്റം കുറഞ്ഞതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് 1217 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്സൈഡുകൾ പ്രതീക്ഷിക്കാം. അതല്ല വീണ്ടും ഒരു 1178 ബ്രേക്ക് ചെയ്ത് താഴേക്ക് വരികയാണെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള ഒരു സാധ്യതകൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു ഓവർബോട്ട് റീജിയനിലൊക്കെ ആയതുകൊണ്ട് ഒരു കറക്ഷനുള്ള സാധ്യതകളും നമുക്ക് പ്രതീക്ഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള എൻട്രികളൊക്കെ ഒന്ന് ഹോൾഡ് ചെയ്യുക. നിങ്ങൾ ഓൾറെഡി ഹോൾഡിംഗ് ആണെങ്കിൽ തീർച്ചയായിട്ടും തുടരുക. ഒരു സെല്ലിംഗ് കൺഫർമേഷൻ ആകുന്നത് വരെ നമുക്ക് തുടരാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ ട്രെൻഡിൻ്റെ ചാർട്ട് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് വാച്ച് ചെയ്യുക. ഒരു ബുള്ളിഷ് ബ്രേക്കൗട്ടിനുള്ള സാധ്യതകൾ ഈ ഒരു സ്റ്റോക്കിൽ കാണുന്നുണ്ട്. വീണ്ടും പ്രീവിയസ് ഹൈൻ്റെ അടുത്താണ് ഈ ഒരു സ്റ്റോക്കിൽ നിന്ന് ട്രേഡ് ഉണ്ടായിരിക്കുന്നത്. ഇനി നമുക്ക് 1049 ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ വീണ്ടും ഒരു അപ്സൈഡുകൾ ട്രെൻഡിൻ്റെ ചാർട്ടിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ SBI കാർഡ്സ് ഈ ഒരു ചാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഹാമർ പോലത്തെ ഒരു പാറ്റേൺ ഫോർമേഷൻ കൊടുത്തതിന് ശേഷം ഒരു ബുള്ളിഷ് റിവേഴ്സൽ പോലെ കാണുന്നുണ്ട്. നമുക്കിനി ഒരു 1123 ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോവുകയാണ് എങ്കിൽ
1160 വരെയുള്ള റാലികൾക്കുള്ള സാധ്യതകൾ SBI കാർഡ്സിലും നിലനിൽക്കുന്നു. തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്കിനെ നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക. ഇനി APL അപ്പോളോ ട്യൂബ്സിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ നല്ലൊരു റാലികൾ ഈ ഒരു സ്റ്റോക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. പ്രീവിയസ് ഹൈയുടെ അടുത്താണ് സ്റ്റോക്ക് ഇന്ന് ഉണ്ടായിരിക്കുന്നത്. ഒരു ബ്രേക്കൗട്ടുകൾ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റോക്കിനെ നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇനി ഐഷർ മോട്ടോഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു സെല്ലിംഗ് ഒരു കറക്ഷൻ 2 ദിവസങ്ങളായിട്ട് കാണുന്നുണ്ടായിരുന്നു. വീണ്ടും ഒരു ഡോജി പാറ്റേൺ ഫോം ചെയ്തിരിക്കുന്നു. അതിനാൽ വീണ്ടും ഒരു അപ്സൈഡിനുള്ള സാധ്യതകളുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഡോജിൻ്റെ ലോ 2762 ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോയി കഴിഞ്ഞാൽ ഡൗൺ സൈഡുകൾ പ്രതീക്ഷിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു റിവേഴ്സലിൻ്റെ സാധ്യതകൾ 2821 ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു അപ്സൈഡിനുള്ള സാധ്യതകൾ പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ എൻട്രികൾക്കുള്ള സമയമായിട്ടില്ല. നമുക്കൊരു കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഹോൾഡിങ്ങിനാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കൺസിഡർ ചെയ്യുക. ഇനി നമുക്ക് 2764 ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോയി കഴിഞ്ഞാൽ സെല്ലിംഗ് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ പോളിക്യാബിൻ്റെ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡോജി പോലത്തെ ഒരു പാറ്റേൺ ഫോർമേഷൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് ഒരു സെല്ലിംഗ് കൺഫർമേഷൻ 2332 ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോവുകയാണ് എങ്കിൽ സെല്ലിങ്ങിലുള്ളൊരു സിഗ്നലുകളും ജനറേറ്റ് ആവുന്നതായിരിക്കും. ഇനി അടുത്തതായിട്ട് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യമേ തന്നെ രത്നാമണി മെറ്റൽസ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഏകദേശം 149 കോടി വർത്ത് ചെയ്യുന്ന ഓർഡറുകൾ ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടറിൽ നിന്നും ഒരു കാർബൺ സ്റ്റീൽ ലൈൻ പൈപ്സിൻ്റെ സപ്ലൈ ആയിട്ട് ബന്ധപ്പെട്ട ഓർഡറുകൾ വിൻ ചെയ്തതായിട്ട് അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നു. ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റോക്കിൽ 0.59% ഗെയിനും ഈ ഒരു മാസം മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ 0.72% ലോസും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇനി PSP പ്രൊജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇവർ ഏകദേശം 132 കോടി വർത്ത് ചെയ്യുന്ന ഓർഡറുകൾ ഗുജറാത്തിലുള്ള ഡിഫറൻറ്റ് ക്ലയൻസിൻ്റെ ഭാഗത്തു നിന്നും വിൻ ചെയ്തതായിട്ട് അവരുടെ അനൗൺസ്മെൻറ്റുകളിൽ കാണിച്ചിരിക്കുന്നു. ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റോക്കിൽ 0.51% ലോസും ഈ ഒരു മാസം മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ 4.4% ഗെയിനും ഈ ഒരു സ്റ്റോക്കിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനി റെയിൽടെലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇന്ത്യൻ റെയിൽവേൻ്റെ ഭാഗത്തു നിന്നും ഒരു അഡീഷണൽ ഓർഡർ, അതായത് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് ഇൻഫ്രാസ്ട്രക്ചർ സിസ്റ്റം ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം 42 കോടി വർത്ത് ചെയ്യുന്ന ഓർഡറുകൾ വിൻ ചെയ്തതായിട്ട് ഇവരുടെ അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നു. ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റോക്കിൽ 0.38% ലോസും ഈ ഒരു മാസം മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ 5.3% ഗെയിനും ഈ ഒരു സ്റ്റോക്കിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇനി വിപ്രോയെ സംബന്ധിച്ചിടത്തോളം അവർ സെക്യൂറോണിക്സ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയായിട്ട് ഒരു പാർട്ട്ണർഷിപ്പിലേക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു കമ്പനി എന്ന് പറയുന്നത് സെക്യൂരിറ്റി ഓപ്പറേഷൻസ് അതേപോലെ തന്നെ അനലറ്റിക്സ് പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയാണ്. അപ്പോൾ ഈ ഒരു കമ്പനിയായിട്ട് വിപ്രോ പാർട്ട്ണർഷിപ്പിലേക്ക് വന്നു എന്നൊരു അനൗൺസ്മെൻറ്റുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റോക്കിൽ 1.79% ലോസും ഈ ഒരു മാസം മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ 3.3% ഗെയിനും വിപ്രോയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇനി രാമകൃഷ്ണ ഫോർജിങ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏകദേശം 130 കോടി വർത്ത് ചെയ്യുന്ന ഒരു ഓർഡർ ഒരു ഒറിജിനൽ എക്യുപ്മെൻറ്റ് മാനുഫാക്ചറിൻ്റെ ഭാഗത്തു നിന്നും വിൻ ചെയ്തതായിട്ട് 3 വർഷത്തെ പീരീഡിലേക്കാണ് വിൻ ചെയ്തതായിട്ട് അവരുടെ അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നു. ഇത് ഇവർക്കൊരു പോസിറ്റീവ് ന്യൂസ് ആണ്. ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റോക്കിൽ 1.76% ഗെയിനും ഈ ഒരു മാസം മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ 0.42% ലോസും ഈ ഒരു സ്റ്റോക്കിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനി മാരുതി സുസുക്കിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഓഗസ്റ്റ് മാസത്തിലെ പ്രൊഡക്ഷൻ ഡാറ്റ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. 7.9% ഡിക്ലൈനാണ് ഈ ഒരു ഓഗസ്റ്റ് മാസത്തിലെ പ്രൊഡക്ഷനിൽ അവർക്കുണ്ടായിരിക്കുന്നത്. 1.14 ലക്ഷം യൂണിറ്റ്സിൻ്റെ പ്രൊഡക്ഷനാണ് ഓഗസ്റ്റിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ അത് 1.24 ലക്ഷം യൂണിറ്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇതിനുള്ള കാരണങ്ങളായിട്ട് അവർ കാണിച്ചിരിക്കുന്നത് ഇലക്ട്രോണിക് കമ്പോണൻസിൻ്റെ ഷോർട്ടേജ് ആണ് ഈ ഒരു പ്രൊഡക്ഷനിൽ ഡിക്ലൈനിന് കാരണമായിട്ട് കാണിച്ചിരിക്കുന്നത്. ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റോക്കിൽ 1.39% ലോസും ഈ ഒരു മാസം മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ 0.95% ലോസും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇനി ടെലികോം സ്റ്റോക്കുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും എയർടെൽ, ഐഡിയ ഈ ഒരു സ്റ്റോക്കുകളിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് നല്ലൊരു റാലികൾ കാണാനുണ്ടായിരുന്നു. എയർടെലിൻ്റെ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫ്രഷ് ഹൈ, അതായത് 654 എന്നുള്ളൊരു റെക്കോർഡ് ഹൈയെ ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് ഈ ഒരു സ്റ്റോക്ക്. ഇതിനുള്ള കാരണങ്ങളായിട്ട് കാണിച്ചിരിക്കുന്നത് ഇന്ന് നടന്ന ക്യാബിനറ്റ് മീറ്റിങ്ങിൽ ഒരു ടെലികോം സെക്ടറിനൊക്കെ ഒരു റിലീഫ് പാക്കേജ് അതിനെപ്പറ്റി ഒരു ഡിസ്കഷൻ ഉണ്ടാവും, ഒരു അനൗൺസ്മെൻറ്റ് ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷകളായിരുന്നു ഈ ഒരു സ്റ്റോക്കിന് കഴിഞ്ഞ ദിവസങ്ങളിൽ നല്ലൊരു റാലികൾ കാണിച്ചിട്ടുണ്ടായിരുന്നത്. എന്നിരുന്നാലും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഗവൺമെൻറ്റിൻ്റെ അപ്ഡേറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് വന്ന അപ്ഡേറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു പ്രൊപ്പോസൽ ഇന്നത്തെ ക്യാബിനറ്റ് മീറ്റിങ്ങിൽ കൺസിഡർ ചെയ്തിട്ടില്ല എന്നാണ് അപ്ഡേറ്റുകൾ കാണിച്ചിരിക്കുന്നത്. തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് എയർടെലിൻ്റെയും അതുപോലെ തന്നെ ഐഡിയയുടെ സ്റ്റോക്കുകളിലൊക്കെ സെക്കൻഡ് ഹാഫിൽ ഒരു കറക്ഷൻ കാണാനായിട്ടും ഉണ്ടായിരുന്നു. ഇനി അടുത്തായിട്ട് MAS ഫിനാൻഷ്യൽ സർവീസിനെ സംബന്ധിച്ചിടത്തോളം അവർ ബാങ്ക് ഓഫ് ഇന്ത്യ ആയിട്ട് ഒരു സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പിലേക്ക് വന്നിട്ടുണ്ട്. മീഡിയം, സ്മോൾ, മൈക്രോ ഈ ഒരു എൻ്റർപ്രൈസ് കമ്പനികൾക്ക് ഒരു ലോൺ വായ്പ കൊടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു പാർട്ണർഷിപ്പിലേക്കാണ് ഇവർ വന്നിരിക്കുന്നത്. ഇനി സൺഫാർമയെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഒരു ഗുഡ് ന്യൂസ് വന്നിരിക്കുന്നു. അവർ
ന്യൂട്രീഷൻ ബാർ സെഗ്മെൻറ്റിലേക്കും അവരുടെ ഒരു ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് പോകുന്നു. അതിൻ്റെ ഒരു മുന്നോടിയായിട്ട് അവർ റെവിറ്റൽ NXT എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റ്, അവരുടെ ഒരു ഉൽപ്പന്നം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ന്യൂസിനെ തുടർന്ന് ഈ ഒരു സ്റ്റോക്കിൽ 0.98% ഗെയിനും ഈ ഒരു മാസം മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ 2% ലോസും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനി IPOയുടെ സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ സാൻസെറ എഞ്ചിനീയറിംഗ് ബാംഗ്ലൂർ ബേസ്ഡ് ഓട്ടോ കമ്പോണൻറ്റ് മാനുഫാക്ചററാണ്. അവരുടെ IPO സെപ്റ്റംബർ 14 ഓപ്പൺ ആകാൻ പോകുന്നു. സെപ്റ്റംബർ 14 മുതൽ 16 വരെ ആയിരിക്കും സബ്സ്ക്രിപ്ഷനുള്ള വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ടാവുക. പ്രൈസ് ബാൻഡായിട്ട് 734 മുതൽ 744 രൂപ പെർ ഷെയറിലാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ന്യൂസുകളും സ്റ്റോക്കുകളും നിങ്ങളുടെ അനാലിസിസിനായിട്ട് മാത്രം ഉപയോഗിക്കുക. അതുപോലെ കണ്ടെത്തുന്ന കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. പുതിയ അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദിസ് ഇസ് ടോണി സൈനിങ് ഓഫ്.